കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. അതിനായിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. റെപ്രസെൻറ്റ് ദ സെൽ in which the following reaction takes place. Magnesium plus 2Ag plus gives Mg2 plus 2Ag. Calculate its E cell if E0 cell is equal to 3.17 volt. ഇവിടെ നമുക്കൊരു റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. മെഗ്നീഷ്യവും സിൽവർ അയോണുകളും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് മെഗ്നീഷ്യം ചേഞ്ചസ് ടു മെഗ്നീഷ്യം 2+, സിൽവർ അയോൺസ് ചേഞ്ചസ് ടു സിൽവർ. ഈ ഒരു റിയാക്ഷൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് എഴുതണം. അതാണ് നമ്മുടെ ഇതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് E0 സെൽ തന്നിട്ടുണ്ട്. ഈ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് ഇ സെൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷനെ ഒന്ന് കൺസിഡർ ചെയ്യൂ. ഈ ഒരു റിയാക്ഷൻ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മെഗ്നീഷ്യം ചേഞ്ചസ് ടു മെഗ്നീഷ്യം 2+, Mg ചേഞ്ചസ് ടു Mg2+. മെഗ്നീഷ്യം 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് മെഗ്നീഷ്യം 2+ ആയിട്ട് മാറുന്നു. അതേസമയം തന്നെ സിൽവർ അയോണുകൾ Ag+ അയോണുകൾ ഈ ഇലക്ട്രോണുകളെ സ്വീകരിച്ച് സിൽവർ ആറ്റമായിട്ട് മാറുന്നു. ഇത്തരത്തിലുള്ള ഒരു സെൽ റിയാക്ഷൻ നമുക്ക് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഇത്തരം റിയാക്ഷൻസ് ഉള്ള ഒരു സെല്ലിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? നമുക്കറിയാം മെഗ്നീഷ്യം ചേഞ്ചസ് ടു മെഗ്നീഷ്യം 2+ അയോണുകൾ എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ആനോഡിനെയാണ് അല്ലേ? അതുപോലെ സിൽവർ അയോണുകൾ ചേഞ്ചസ് ടു സിൽവർ എന്നുള്ളത് കാഥോഡിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു. നോക്കാം ഈ സെൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന്. നമുക്കറിയാവുന്ന കാര്യം ഉപയോഗിച്ച് എഴുതാം. ദ സെൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ്, എങ്ങനെയാണ് സെൽ റെപ്രസെൻറ്റേഷൻ എഴുതുക? അതെ, ആദ്യം നമ്മൾ ആനോഡ് റിയാക്ഷൻ എഴുതുന്നു, അതിനുശേഷം സോൾട്ട് ബ്രിഡ്ജ് എഴുതുന്നു, അതിനുശേഷം കാഥോഡിക് റിയാക്ഷൻ എഴുതുന്നു. മെഗ്നീഷ്യം 2+ ആയി മാറുന്നു. കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 0.130 മോളാർ. ഡബിൾ ബാർ, എന്താണ് ഈ ഡബിൾ ബാർ സൂചിപ്പിക്കുന്നത്? സോൾട്ട് ബ്രിഡ്ജ് ആണ് അല്ലേ? അതിനുശേഷം കാഥോഡിക് റിയാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാം. കാഥോഡിക് റിയാക്ഷൻ എന്താണെന്ന് നോക്കൂ. സിൽവർ അയോണുകൾ സിൽവർ ആയിട്ട് മാറുന്നു. അതായത് Ag പ്ലസ് 0.001 മോളാർ Ag സോളിഡ്. ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിലെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. രണ്ടാമത്തെ സെക്ഷനിൽ എന്താണ് പറയുന്നത്? ഈ സെൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ സെൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. E cell is equal to, എന്താണ് ഇക്വേഷൻ? E cell is equal to E0 cell മൈനസ് RT by, ഇവിടെ എത്ര ഇലക്ട്രോണുകളാണ് ഈ ഒരു റിയാക്ഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? 2 ഇലക്ട്രോണുകളാണ്. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ RT/2F എന്ന് എഴുതാം. RT/2F ln, ദാറ്റ് ഈസ് നാച്ചുറൽ ലോഗരിതം ഓഫ്, എന്താണ് നമ്മൾ എഴുതേണ്ടത്? എങ്ങനെയായിരിക്കാം ഇതിന് നമ്മൾ എഴുതുക? E cell is equal to E0 cell minus RT/2F ln concentration of magnesium 2+ divided by concentration of Ag+ square എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഇക്വേഷൻ വന്നത്? ഒന്ന് നോക്കാം. മെഗ്നീഷ്യം പ്ലസ് 2Ag gives Mg2+ plus 2Ag. ഈ ഒരു ഇക്വേഷനിൽ Mg2+ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ ആണ് അല്ലേ? സോ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. ഇവിടെ നോക്കൂ 2Ag+ എന്നാണ് തന്നിരിക്കുന്നത്. 2 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം കോൺസെൻട്രേഷൻ ഓഫ് Ag+ സ്ക്വയർ എന്ന്. ഇക്വേഷൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം. E cell is equal to E0 cell minus RT/2F. R is a constant, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം. 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ് അതിൻ്റെ വാല്യൂ. ടി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. നമ്മൾ സാധാരണയായിട്ട് 298 കെൽവിൻ ആണ് എടുക്കാറുള്ളത്. അതുപോലെ എഫ് എന്ന് പറയുന്നത് ഫാരഡേസ് കോൺസ്റ്റൻ്റ് ആണ്, 96,500 കൂളോം അല്ലേ? ഇത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെയായിട്ട് ചേഞ്ച് ചെയ്യും? 0.059 ഡിവൈഡ് ബൈ 2. നാച്ചുറൽ ലോഗരിതത്തിനെ നമ്മൾ ബേസ് 2 ആയിട്ടുള്ള ലോഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എഴുതാം
2.303 log concentration of Mg2 plus divided by concentration of Ag plus square. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനിയുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. E0 സെൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 3.17 വോൾട്ട് മൈനസ് 0.059 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2.303. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് മെഗ്നീഷ്യം 2 പ്ലസ് നമ്മുടെ ഇക്വേഷനിൽ തന്നിട്ടുണ്ട് 0.130 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് സിൽവർ അയോൺസ് തന്നിട്ടുണ്ട് 0.001 സ്ക്വയർ അല്ലേ. ഇനി ഇക്വേഷൻ നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്തെടുക്കാം. ഇവിടെ അറിയേണ്ട ഒരു കാര്യം നോക്കൂ, ലോഗ് എ ബൈ ബി. ലോഗ് എ ബൈ ബി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ അറിയേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. നോക്കൂ, 0.001 സ്ക്വയർ. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ലോഗ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ലോഗ് എക്സ്. ഇത്രയും കാര്യങ്ങൾ ജനറലായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനെ സോൾവ് ചെയ്തെടുക്കാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.17 മൈനസ് 0.059 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2.303 ലോഗ് 0.130 മൈനസ് 2 ലോഗ് 0.001. ലോഗ് അതിൻ്റെ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ലോഗ് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. അതിനുശേഷം അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതിനെ സോൾവ് ചെയ്യാം. അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3.17 മൈനസ് ഇത്രയും വാല്യൂസിനെ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും 0.21. നോക്കൂ, 3.17 മൈനസ് 0.21 വോൾട്ട് നമുക്ക് കിട്ടും 2.96 വോൾട്ട്. ഇവിടെ തന്നിരിക്കുന്ന റിയാക്ഷൻ നടക്കുന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ല് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ E0 സെൽ എന്ന് പറയുന്ന വാല്യൂ ഉപയോഗിച്ചിട്ട് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അടുത്തൊരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ copper solid plus 2 Ag plus aqueous gives Cu2 plus aqueous plus 2 Ag solid. ഇവിടെ ഒരു സെൽ റിയാക്ഷൻ്റെ ഇക്വേഷൻ, കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ E0 സെല്ലും തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇത്രയും ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. E0 സെല്ലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്കറിയാമല്ലോ. എന്താണ് ആ റിലേഷൻ നോക്കാം. E0 സെൽ ഈസ് ഈക്വൽ ടു 0.059 വോൾട്ട് ഡിവൈഡ് ബൈ 2 ലോഗ് Kc. ഇവിടെ Kc എന്നതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ E0 സെൽ ഉപയോഗിച്ചുകൊണ്ട് Kcയുടെ വാല്യൂ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. E0 സെൽ തന്നിട്ടുണ്ട് 0.46 വോൾട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.059 വോൾട്ട് ഡിവൈഡ് ബൈ 2 ലോഗ് Kc. ഇതിൽ നിന്നും ഈക്വേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ലോഗ് Kcയുടെ ഫോമിലേക്ക് ആക്കി മാറ്റാം. എങ്ങനെയാണ് ലോഗ് Kcയുടെ ഫോമിലേക്ക് ആക്കി മാറ്റുക? ലോഗ് Kc ഈസ് ഈക്വൽ ടു 0.46 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 0.059. ലോഗ് Kc ഈക്വൽ ടു നമുക്ക് കിട്ടി 0.6 വോൾട്ട് ഇൻറ്റു 2 ഡിവൈഡ് ബൈ 0.059 വോൾട്ട്. ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു 15.6 എന്ന് കിട്ടുന്നു. അതായത് ലോഗ് Kc ഈസ് ഈക്വൽ ടു 15.6. ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? Kc അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാവുന്ന പോലെ തന്നെ Kc ഈസ് ഈക്വൽ ടു ആൻറ്റിലോഗ് ഓഫ് 15.6. ലോഗരിതം ടേബിളിലെ ആൻറ്റിലോഗ് പോർഷൻ എടുക്കുക. അതിനുശേഷം
ആൻറ്റിലോഗ് ഓഫ് 15.6 കണ്ടുപിടിക്കാം. ആൻറ്റിലോഗ് 15.6 കണ്ടുപിടിക്കൂ. എത്രയാണ് വാല്യൂ എന്ന് നോക്കൂ. നമുക്ക് കിട്ടും 3.92 ഇൻറ്റു 10⁻15. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമുക്ക് തന്നിരിക്കുന്ന സെൽ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എത്രയാണ്? KC = 3.92 ഇൻറ്റു 10⁻15 ആണ്. അടുത്തൊരു പ്രോബ്ലം നോക്കാം. The standard electrode potential for Daniell cell is 1.1 volt. Calculate the Gibbs energy of the reaction. ഇവിടെ ഡാനിയൽ സെല്ലിൻ്റെ റിയാക്ഷൻ ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. നോക്കൂ, സിങ്ക് സോളിഡ് പ്ലസ് Cu2 പ്ലസ് അക്വസ് ഗിവ്സ് സിങ്ക് 2 പ്ലസ് അക്വസ് പ്ലസ് കോപ്പർ സോളിഡ് എന്ന കെമിക്കൽ ഇക്വേഷൻ തന്നിരിക്കുന്നു. ഇത് ഡാനിയൽ സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്, നമുക്കറിയാം അല്ലേ? ഇത്തരത്തിലുള്ളൊരു ഡാനിയൽ സെല്ലിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ E0 സെൽ തന്നിട്ടുണ്ട്. എന്ത്? 1.1 വോൾട്ട് എന്ന്. E0 സെൽ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കാൽക്കുലേറ്റ് ദ ഗിബ്സ് എനർജി അല്ലെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജി ഓഫ് ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ ഗിബ്സ് എനർജിയാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഗിബ്സ് ഫ്രീ എനർജിയെയും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്താണ് ഇക്വേഷൻ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡെൽറ്റ ജി റിയാക്ഷൻ സ്റ്റാൻഡേർഡ് ഈസ് ഈക്വൽ ടു -NF E0 സെൽ എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗിബ്സ് ഫ്രീ എനർജി ഓഫ് ദിസ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു -NF E0 സെൽ. N എന്ന് പറഞ്ഞാൽ എന്താണ്? N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്. നമുക്കറിയാം ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഡാനിയൽ സെല്ലിൻ്റെ കേസാണ്. ഡാനിയൽ സെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? 2 ഇലക്ട്രോൺസ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ N = 2 എന്ന് എഴുതാം. F എന്താണ്? F എന്ന് പറയുന്നത് ഫാരഡേസ് കോൺസ്റ്റൻ്റ് ആണ്. ഫാരഡേസ് കോൺസ്റ്റൻ്റ് വാല്യൂ നമുക്കറിയാമല്ലോ, എത്രയാണ്? 96487 കൂളം പെർ മോൾ എന്നായിട്ട് എഴുതാം. അതുപോലെ തന്നെ E0 സെൽ നമുക്കറിയാം എത്രയാണ്? 1.1 വോൾട്ട്. ഇത്ര ഇൻഫർമേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റ്ലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഗിബ്സ് ഫ്രീ എനർജി ഓഫ് ദിസ് റിയാക്ഷൻ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ഡെൽറ്റ ജി ആർ സ്റ്റാൻഡേർഡ് ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു 96487 കൂളം പെർ മോൾ ഇൻറ്റു 1.1 വോൾട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെ സിംപ്ലിഫൈ ചെയ്യാം. നോക്കൂ, ഡെൽറ്റ ജി ആർ സ്റ്റാൻഡേർഡ് ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു 96487 ഇൻറ്റു 1.1 വോൾട്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കൂ. -21,227 ജൂൾ പെർ മോൾ ആണ്. ഇനി സാധാരണയായിട്ട് ജൂൾ പെർ മോളിൽ നമുക്ക് ഈ ഒരു ആൻസറിനെ റെപ്രസെൻറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്നാൽ നമുക്കിതിനെ ഒന്നും കൂടെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് കിലോ ജൂളിലേക്ക് മാറ്റാം. എങ്ങനെയാണ് കിലോ ജൂളിലേക്ക് മാറ്റുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു -212.27 കിലോ ജൂൾ പെർ മോൾ എന്ന് എഴുതാം. ഇത്തരത്തിൽ ഇങ്ങനെ തന്നിട്ടുള്ള ഒരു റിയാക്ഷൻ്റെ ഗിബ്സ് ഫ്രീ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. The resistance of a conductivity cell filled with 0.1 mole per liter potassium chloride solution is 100 ohm. If resistance of the same cell when filled with 0.02 mole per liter potassium chloride solution is 520 ohm. Calculate the conductivity and molar conductivity of 0.02 mole per liter potassium chloride solution. Given conductivity of 0.1 mole per liter potassium chloride solution is 1.29 Siemens meter inverse. എന്താണ് ഈ പ്രോബ്ലത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഒരു കണ്ടക്ടിവിറ്റി സെല്ലിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കണ്ടക്ടിവിറ്റി സെല്ലിൽ 0.1 മോൾ പെർ ലിറ്റർ പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുമ്പോൾ ഉള്ള റെസിസ്റ്റൻസ് 100 ഓം എന്ന് തന്നിരിക്കുന്നു. എന്നാൽ ഈ സെയിം സെല്ലിൽ
0.02 മോൾ പെർ ലിറ്റർ പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുമ്പോഴുള്ള റെസിസ്റ്റൻസ് 520 ഓം ആയിട്ട് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 0.02 മോൾ പെർ ലിറ്റർ പൊട്ടാസ്യം ക്ലോറൈഡ് എടുക്കുന്ന കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ കൂടെ എക്സ്ട്രാ തന്നിട്ടുണ്ട്. കണ്ടക്ടിവിറ്റി ഓഫ് 0.1 മോൾ പെർ ലിറ്റർ പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 1.29 സീമൻ മീറ്റർ ഇൻവേഴ്സ് എന്ന് തന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയുമാണ് അല്ലേ. എന്തിൻ്റെ കണ്ടക്ടിവിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്? 0.02 മോൾ പെർ ലിറ്റർ പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ ഫിൽ ചെയ്തിട്ടുള്ള കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയുമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കണ്ടക്ടിവിറ്റി ഓഫ് 0.02 മോൾ പെർ ലിറ്റർ KCl സൊല്യൂഷൻ. കണ്ടക്ടിവിറ്റി ഓഫ് 0.02 മോൾ പെർ ലിറ്റർ KCl സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നമുക്കറിയേണ്ടത്. ഇതുപോലെ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് 0.02 മോൾ പെർ ലിറ്റർ KClഉം കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാം എന്നൊന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു സെൽ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നമുക്കറിയാം. അതായത് കപ്പ ഈസ് ഈക്വൽ ടു G സ്റ്റാർ ബൈ R. ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെൽ കോൺസ്റ്റൻറ്റ് നമുക്ക് അറിയില്ല അല്ലേ. ഇവിടെ കണ്ടക്ടിവിറ്റി ഓഫ് 0.1 മോളാർ KCl സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെല്ലിൻ്റെ കണ്ടക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് സെൽ കോൺസ്റ്റൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം ഒരു കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ സെൽ കോൺസ്റ്റൻറ്റ് എപ്പോഴും സെയിം ആയിരിക്കും അല്ലേ. നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെ മാറിക്കഴിഞ്ഞാലും സെൽ കോൺസ്റ്റൻറ്റ് സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് G സ്റ്റാർ കണ്ടുപിടിക്കാം. G സ്റ്റാർ ഈസ് ഈക്വൽ ടു കപ്പ ഇൻറ്റു R എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. നോക്കൂ, നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള കണ്ടക്ടിവിറ്റി സെല്ലിലെ 0.1 മോൾ പെർ ലിറ്റർ KCl സൊല്യൂഷൻ എടുക്കുമ്പോഴുള്ള കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. എന്ത്? 1.29 സീമൻ മീറ്റർ ഇൻവേഴ്സ് ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 100 ഓം എന്ന് തന്നിരിക്കുന്നു. നോക്കാം. അതുകൊണ്ട് സെൽ കോൺസ്റ്റൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 1.29 ഇൻറ്റു 100 നമുക്കറിയാം 129 മീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്ന സെൽ കോൺസ്റ്റൻറ്റ് നമുക്ക് കിട്ടുന്നു. ഇനി ഈ സെൽ കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സെൽ കോൺസ്റ്റൻറ്റ് അറിയാം, റെസിസ്റ്റൻസും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ therefore കണ്ടക്ടിവിറ്റി ഓഫ് 0.02 മോൾ പെർ ലിറ്റർ KCl is equal to നമുക്ക് എന്ത് എഴുതാം? സെൽ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. സെൽ കോൺസ്റ്റൻറ്റ് എത്രയാണെന്ന് നോക്കൂ. സെൽ കോൺസ്റ്റൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 129 മീറ്റർ ഇൻവേഴ്സ്. ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.02 മോൾ പെർ ലിറ്റർ KCl സൊല്യൂഷൻ ഫില്ല് ചെയ്തിട്ടുള്ള കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 520 ഓം ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 129 മീറ്റർ ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 520 ഓം. നോക്കൂ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യൂ. 129 ഡിവൈഡ് ബൈ 520 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്ന ആൻസർ 0.248 സീമൻ മീറ്റർ ഇൻവേഴ്സ്. നമുക്കറിയാം കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് സീമൻ മീറ്റർ ഇൻവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി ഓഫ് 0.02 മോൾ പെർ ലിറ്റർ പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു 0.248 സീമൻ പെർ
മീറ്റർ അല്ലെങ്കിൽ സീമൻ മീറ്റർ ഇൻവേഴ്സ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മോളാർ കണ്ടക്ടിവിറ്റി ആണ്. നമുക്കറിയാം മോളാർ കണ്ടക്ടിവിറ്റി ഓർ ലാംഡ എം ഈസ് ഈക്വൽ ടു, ഇങ്ങനെയാണ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ഈസ് ഈക്വൽ ടു, എങ്ങനെ കണ്ടുപിടിക്കാം? അതെ, കണ്ടക്ടിവിറ്റി കാപ്പ ഡിവൈഡഡ് ബൈ സി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് കാപ്പ ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ. ഇവിടെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് നോക്കാം. കോൺസെൻട്രേഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്രയാണെന്ന്, 0.02 മോൾ ലിറ്റർ ഇൻവേഴ്സ് ആണ് അല്ലേ. ഈ മോൾ ലിറ്റർ ഇൻവേഴ്സ് നമുക്ക് ഏത് യൂണിറ്റിലേക്ക് ആക്കി മാറ്റണം? ഇവിടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് സീമൻ മീറ്റർ ഇൻവേഴ്സ് യൂണിറ്റിലാണ്. അതുകൊണ്ട് തന്നെ അതിനോട് അനുബന്ധിച്ച ഒരു യൂണിറ്റ് ആക്കി മാറ്റണം. എങ്ങനെയാണ് അത് മാറ്റുന്നത്? 0.02 മോൾ പെർ ലിറ്റർ എന്നുള്ളതിനെ നമുക്ക് എന്താക്കി മാറ്റാം? മീറ്റർ ക്യൂബിൻ്റെ ഫോമിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ മോൾ പെർ മീറ്റർ ക്യൂബിൻ്റെ ഫോമിലേക്ക് മാറ്റാം. അതിനായിട്ട് നമുക്ക് ചെയ്യാം 1000 ഇൻറ്റു 0.02 മോൾ മീറ്റർ റേസ് ടു -3 എന്ന് പറഞ്ഞ ഫോമിലേക്ക് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നമുക്ക് കാൽക്കുലേറ്റ് നമുക്ക് കിട്ടും 20 മോൾ മീറ്റർ റേസ് ടു -3. മോൾ മീറ്റർ റേസ് ടു -3 എന്ന് പറഞ്ഞ ഫോമിലാക്കി നമ്മൾ കോൺസെൻട്രേഷന്. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം? കണ്ടക്ടിവിറ്റി അറിയാം, കോൺസെൻട്രേഷനും അറിയാം. എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ദെർഫോർ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് (0.02 മോൾ പെർ ലിറ്റർ KCl is equal to മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ലാംഡ എം എങ്ങനെ കണ്ടുപിടിക്കാം? കാപ്പ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തും അറിയാം? കോൺസെൻട്രേഷൻ അറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദാറ്റ്. ഇവിടെ 0.248 സീമൻ മീറ്റർ ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 20 മോൾ മീറ്റർ റേസ് ടു -3 അല്ലേ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് 0.02 മോൾ പെർ ലിറ്റർ പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും, അല്ലെങ്കിൽ ലാംഡ എം കിട്ടും എന്ന് പറയാം. ദാറ്റ് ഈസ് 124 ഇൻറ്റു 10 റേസ് ടു -4. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 124 ഇൻറ്റു 10 റേസ് ടു -4 സീമൻ, യൂണിറ്റ് നോക്കൂ, സീമൻ മീറ്റർ സ്ക്വയർ പെർ മോൾ. ഇത്തരത്തിൽ നമുക്കൊരു സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റിയും അതുപോലെ തന്നെ മോളാർ കണ്ടക്ടിവിറ്റിയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ കോളം ഓഫ് 0.05 മോൾ പെർ ലിറ്റർ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ of diameter 1 cm and length 50 cm is 5.55 into 10 raised to 3 ohm. Calculate resistivity, conductivity and molar conductivity. എന്താണ് ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഒരു 50 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു കോളം കൺസിഡർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഡയമീറ്റർ 1 സെൻറ്റിമീറ്റർ ആണ്. ഇത്തരത്തിലുള്ളൊരു കോളത്തിൽ 0.05 മോൾ പെർ ലിറ്റർ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഫിൽ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട് 5.55 ഇൻറ്റു 10 റേസ് ടു 3 ഓം എന്ന്. ഈ ഒരു സൊല്യൂഷൻ്റെ റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോന്നോരോന്നായിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് റെസിസ്റ്റിവിറ്റി ഒന്ന് കൺസിഡർ ചെയ്യാം. എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കുക? നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഇവിടെ റോ ആണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? റെസിസ്റ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? റെസിസ്റ്റിവിറ്റി ടേംസിൽ എഴുതിയാൽ റോ ഈസ് ഈക്വൽ ടു RA/L എന്ന് സൂചിപ്പിക്കാം. ഇവിടെ റെസിസ്റ്റൻസ് നമുക്കറിയാം, റെസിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 5.55 ഇൻറ്റു 10 റേസ് ടു 3 ഓം ആണ്. അതുപോലെ ലെങ്ത് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഡയമീറ്ററിൽ നിന്നും റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാം. ഡയമീറ്റർ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് 0.5 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം
ഇവിടെ ഒരു കോളം ആയതുകൊണ്ട് തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഏത് ഇക്വേഷനാണ്? പൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ. എ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. പൈ എന്ന് പറഞ്ഞാൽ 3.14 ഇൻറ്റു 0.5 സെൻറ്റിമീറ്റർ ദ ഹോൾ സ്ക്വയർ. ഇതുപയോഗിച്ച് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് നോക്കൂ. 0.785 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടുന്നു. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 0.785 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടിയാൽ നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? റോ കിട്ടും, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി കിട്ടും അല്ലേ? നോക്കാം. റോ ഈസ് ഈക്വൽ ടു 5.55 ഇൻറ്റു 10⁻³ ഓം ഇൻറ്റു 0.785 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 50 സെൻറ്റിമീറ്റർ. നമുക്കതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റെസിസ്റ്റിവിറ്റി കിട്ടും. റെസിസ്റ്റിവിറ്റി 87.135 ഓം സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് റെസിസ്റ്റിവിറ്റി കിട്ടി. റെസിസ്റ്റിവിറ്റി കിട്ടിയാൽ കണ്ടക്ടിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം കണ്ടക്ടിവിറ്റി കപ്പ ഈസ് ഈക്വൽ ടു 1/ρ, ദാറ്റ് ഈസ് 1/87.135 ഓം സെൻറ്റിമീറ്റർ. 1/87.135 ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടക്ടിവിറ്റി കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01148. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? അതെ, സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടക്ടിവിറ്റിയും കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മോളാർ കണ്ടക്ടിവിറ്റി ആണ് അല്ലേ? ലാംഡ എം ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് ലാംഡ എം കണ്ടുപിടിക്കുക? കപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ കോൺസെൻട്രേഷൻ എത്രയാണ് വന്നിരിക്കുന്നത്? നോക്കൂ. കോൺസെൻട്രേഷൻ നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു 0.05 മോൾ പെർ ലിറ്റർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനാണ്. കപ്പ അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കണ്ടക്ടിവിറ്റി എത്രയാണ് വന്നിരിക്കുന്നത്? 0.01148 സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ഇൻറ്റു 1000 divided by 0.05 മോൾ പെർ ലിറ്റർ. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നത് 229.6 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1 എന്നാണ്. ഇത്തരത്തിൽ നമുക്ക് റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി എന്നിവ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാം സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടുള്ള വാല്യൂസാണ്. ഇത് തന്നെ മീറ്ററിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയെ റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ലാംഡ m0 ഫോർ കാൽഷ്യം ക്ലോറൈഡ് ആൻഡ് മെഗ്നീഷ്യം സൾഫേറ്റ്. ഗിവൺ ലാംഡ 0 ഓഫ് calcium 2+ ions is equal to 119 Siemens centimeter square per mole. Lambda 0 of Cl minus ion is equal to 76.3 Siemens centimeter square per mole. Lambda 0 of magnesium 2+ is equal to 106 Siemens centimeter square per mole. Lambda 0 of SO4 2- is equal to 160 Siemens centimeter square per mole. ഇവിടെ നോക്കൂ, രണ്ട് ഇലക്ട്രോലൈറ്റ്സ് ആയിട്ടുള്ള കാൽഷ്യം ക്ലോറൈഡിൻ്റെയും മെഗ്നീഷ്യം സൾഫേറ്റിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആ ലോ? കോളറേഷ്യസ് ലോ അല്ലേ? യെസ്, കോളറേഷ്യസ് ലോ പ്രകാരം നമുക്ക് എങ്ങനെയാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയെ കണ്ടുപിടിക്കുക? ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഈസ് എ സം ഓഫ് contribution of anions and cations of the electrolyte. ഒരു ഇലക്ട്രോലൈറ്റിലെ ആനയോണിൻ്റെയും കാറ്റയോണിൻ്റെയും കോൺട്രിബ്യൂഷൻസ് സമ്മ ചെയ്തിട്ടാണ് ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നാണ് കോളറേഷ്യസ് ലോ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അത്തരത്തിൽ കോളറേഷ്യസ് ലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ കാൽഷ്യം ക്ലോറൈഡിൻ്റെയും മെഗ്നീഷ്യം സൾഫേറ്റിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാൽഷ്യം ക്ലോറൈഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ലാംഡ m0 ഓഫ് കാൽഷ്യം ക്ലോറൈഡ്.
ഇവിടെ നമുക്കറിയേണ്ട കാര്യം കാൽഷ്യം ക്ലോറൈഡിലുള്ള കാറ്റയോൺസും ആനയോൺസും ഏതൊക്കെയാണ്. കാൽഷ്യം ക്ലോറൈഡിലെ കാറ്റയോൺ എന്ന് പറയുന്നത് കാൽഷ്യം അയോൺസ് ആണ് അല്ലേ, Ca2+ അയോൺസ് ആണ്. അതുപോലെ തന്നെ ആനയോൺ Cl- അയോൺസ് ആണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു കാൽഷ്യം അയോണും 2 Cl- അയോണുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. λ0 ഓഫ് കാൽഷ്യം 2+ പ്ലസ് 2 into λ0 ഓഫ് Cl-. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ λ0 ഓഫ് കാൽഷ്യം 2+ അയോൺസ് എത്രയാണ് തന്നിട്ടുണ്ട്, λ0 ഓഫ് Cl- അയോൺസും എത്രയാണ് തന്നിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് ഒരു സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യം നമുക്കുള്ളൂ. നോക്കാം. λ0 ഓഫ് കാൽഷ്യം 2+ അയോൺസ് എത്രയാണ്? 119 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ പ്ലസ് Cl- അയോണിൻ്റെ 2 into 76.3 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. സിംപ്ലിഫൈ ചെയ്യാം. 76.3 into 2 എത്ര വരുന്നു? 152.6 അല്ലേ. അപ്പോൾ 119 പ്ലസ് 152.6 ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 271.6 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. ഇത്തരത്തിൽ നമ്മൾ λm0 ഓഫ് കാൽഷ്യം ക്ലോറൈഡ് കണ്ടുപിടിച്ചു. ഇത്തരത്തിൽ നമുക്ക് λm0 അല്ലെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാൽഷ്യം ക്ലോറൈഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ λm0 ഓഫ് മെഗ്നീഷ്യം സൾഫേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കൂ. λm0 ഓഫ് മെഗ്നീഷ്യം സൾഫേറ്റിൽ മെഗ്നീഷ്യം അയോണുകളും ഉണ്ട്, സൾഫേറ്റ് അയോണുകളും ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ λ0 ഓഫ് മെഗ്നീഷ്യം 2+ പ്ലസ് λ0 ഓഫ് SO4 2-. ഇവിടെ ഒരു മെഗ്നീഷ്യം അയോണും ഒരു സൾഫേറ്റ് അയോണാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം λ0 ഓഫ് Mg2+ പ്ലസ് λ0 ഓഫ് SO4 2-. നമുക്ക് തന്നിട്ടുള്ള λ0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 106 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ പ്ലസ് 160 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. 106 പ്ലസ് 160 ആഡ് ചെയ്യൂ. നമുക്ക് കിട്ടും 266 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. ഇവിടെ നോക്കൂ, λm0 ഓഫ് കാൽഷ്യം ക്ലോറൈഡ് കണ്ടുപിടിച്ച പോലെ തന്നെ നമ്മൾ എന്തും കണ്ടുപിടിച്ചു, λm0 ഓഫ് മെഗ്നീഷ്യം സൾഫേറ്റും കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണാനായിട്ട് തരുന്ന പ്രോബ്ലംസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് കോളറേഷ്യസ് ലോയുടെ ആപ്ലിക്കേഷനാണ്. അത് മറക്കരുത്. അടുത്തൊരു പ്രോബ്ലം നോക്കാം. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഫോർ sodium chloride, hydrochloric acid and sodium acetate are 126.4 Siemens centimeter square per mole, 425.9 Siemens centimeter square per mole and 91 Siemens centimeter square per mole respectively. Calculate the limiting molar conductivity of acetic acid. ഇവിടെ ഒന്ന് നോക്കൂ, 3 ഇലക്ട്രോലൈറ്റുകളായിട്ടുള്ള സോഡിയം ക്ലോറൈഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും സോഡിയം അസിറ്റേറ്റിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. ഇതിലെ കോമൺ അയോണുകൾ ജോയിൻ ചെയ്തുണ്ടാകുന്ന മറ്റൊരു ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള അസിറ്റിക് ആസിഡിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക? നമുക്കറിയാം, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ലോയാണ് കോളറേഷ്യസ് ലോ. എന്താണ് കോളറേഷ്യസ് ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഇസ് എ സം ഓഫ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് ഓഫ് എൻ ഇലക്ട്രോലൈറ്റ്. ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഇലക്ട്രോലൈറ്റിലെ കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും കോൺട്രിബ്യൂഷൻസിൻ്റെ സമ്മായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും, അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ CH3COOH എന്ന ഫോർമുല വരുന്ന അസറ്റിക് ആസിഡിൽ
കോമൺ അയോൺസ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? HCl പ്ലസ് CH3CONA മൈനസ് NaCl ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? CH3COH ആണ് അല്ലേ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഈ ഒരു ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ അസറ്റിക് ആസിഡിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ് എന്നതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? λ0 ഓഫ് H പ്ലസ് λ0 ഓഫ് AC മൈനസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലെ കാറ്റയോൺ എന്ന് പറയുന്നത് H+ അയോണുകളും ആനയോൺ എന്ന് പറയുന്നത് അസറ്റേറ്റ് അയോണുമാണ്. ഇത് നമുക്ക് ഒന്നുകൂടെ മറ്റൊരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു λm0 ഓഫ് അസറ്റിക് ആസിഡ് ഈസ് ഈക്വൽ ടു എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? λ0 ഓഫ് H പ്ലസ് λ0 ഓഫ് Cl മൈനസ് പ്ലസ് λ0 ഓഫ് Na പ്ലസ് λ0 ഓഫ് അസറ്റേറ്റ് അയോൺ AC മൈനസ് λ0 ഓഫ് Na പ്ലസ് λ0 ഓഫ് Cl മൈനസ്. ഈ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? H പ്ലസും Cl മൈനസും അയോണുകൾ ജോയിൻ ചെയ്തുണ്ടാകുന്നതാണ് എന്ത്? HCl എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ്. അതുകൊണ്ട് തന്നെ λm0 ഓഫ് HCl പ്ലസ് λm0 ഓഫ് സോഡിയം അസറ്റേറ്റ് മൈനസ് λm0 ഓഫ് NaCl എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നോക്കൂ, നമുക്ക് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl അറിയാം, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സോഡിയം അസറ്റേറ്റ് അറിയാം, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സോഡിയം ക്ലോറൈഡും അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ് നോക്കാം. λm0 ഓഫ് HCl എന്ന് പറയുന്നത് എത്രയാണ്? 425.9 പ്ലസ് λ0 ഓഫ് NaCl λ0 ഓഫ് sodium acetate is 91.0 minus λm0 of NaCl എന്ന് പറയുന്നത് 126.4. എല്ലാത്തിൻ്റെയും യൂണിറ്റ് എന്താണ്? സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. സിംപ്ലിഫൈ ചെയ്യാം. 425.9 പ്ലസ് 91 മൈനസ് 126.4. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണെന്ന് നോക്കൂ. 390.5 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. ഇവിടെ അസറ്റിക് ആസിഡിലെ കോമൺ അയോണുകളുള്ള 3 ഇലക്ട്രോലൈറ്റ്സ് ആയിട്ടുള്ള HCl, സോഡിയം അസറ്റേറ്റ്, സോഡിയം ക്ലോറൈഡ് ഇവയുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അസറ്റിക് ആസിഡിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വാല്യൂ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതും കോളറേഷ്യസ് ലോയുടെ റെപ്ലിക്കേഷനായിട്ട് നമുക്ക് കണക്കാക്കാം. അടുത്തൊരു പ്രോബ്ലം നോക്കിയാലോ. ദ കണ്ടക്ടിവിറ്റി ഓഫ് 0.001028 മോൾ പെർ ലിറ്റർ അസറ്റിക് ആസിഡ് ഈസ് 4.95 into 10⁻⁻5 Siemens centimeter inverse. Calculates its dissociation constant if λm0 for acetic acid is 390.5 Siemens centimeter square mole inverse. ഇവിടെ ഒരു സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള അസറ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മൊളാരിറ്റി തന്നിട്ടുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ മൊളാരിറ്റിയിൽ ഉണ്ടാകുന്ന കണ്ടക്ടിവിറ്റി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപയോഗിച്ചുകൊണ്ട് ഈ അസറ്റിക് ആസിഡിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷനും കൂടി തന്നിട്ടുണ്ട്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ് എത്രയാണെന്ന് തന്നിരിക്കുന്നു. ഇങ്ങനെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അസറ്റിക് ആസിഡിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുക എന്നൊന്ന് നോക്കാം. നമുക്കറിയാം അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റിനെ നമുക്ക് Ka എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഓരോന്നായിട്ട് നമുക്ക് നോട്ട് ചെയ്യാം.
ആദ്യം തന്നിരിക്കുന്നത് കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ ഇൻ ടേംസ് ഓഫ് മൊളാരിറ്റി ആണ് തന്നിരിക്കുന്നത്. 0.001028 മോൾ പെർ ലിറ്റർ എന്ന് തന്നിരിക്കുന്നു. അതിൻ്റെ കണ്ടക്ടിവിറ്റി നമ്മൾ കാപ്പ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു 4.95 ഇൻറ്റു 10⁻⁻5 സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് തന്നിരിക്കുന്നു. കൂടാതെ ലാംഡ m0 വാല്യൂ ഓഫ് അസറ്റിക് ആസിഡ് തന്നിട്ടുണ്ട് 390.5 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഇതുപയോഗിച്ചുകൊണ്ട് നമ്മളോട് അസറ്റിക് ആസിഡിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് അസറ്റിക് ആസിഡ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ കെ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. കെ ഈസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആൽഫ വേണം അല്ലേ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വേണം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു നമുക്കറിയാവുന്ന ഇക്വേഷനാണ് ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ m0 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആൽഫ കണ്ടുപിടിക്കാം. എന്നാൽ ഈ ആൽഫ കണ്ടുപിടിക്കണമെങ്കിലോ? അതെ, ലാംഡ എം ആവശ്യമുണ്ട് അല്ലേ? എങ്ങനെയാണ് ലാംഡ എം കണ്ടുപിടിക്കുക? ലാംഡ എം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് ലാംഡ എം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ലാംഡ എം കണ്ടുപിടിക്കണം. ലാംഡ എം ഉപയോഗിച്ചുകൊണ്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കണ്ടുപിടിക്കണം. അതിനുശേഷം ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കെയും കണ്ടുപിടിക്കണം. ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ആദ്യമായിട്ട് ലാംഡ എം കണ്ടുപിടിക്കാം. ലാംഡ എം നമുക്കറിയാവുന്ന പോലെ തന്നെ ലാംഡ എം ഈസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഇൻ ടേംസ് ഓഫ് മൊളാരിറ്റി. തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യൂ. ഇവിടെ കാപ്പ എത്രയാണ് തന്നിരിക്കുന്നത്? 4.95 ഇൻറ്റു 10⁻⁻5 സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ഇൻറ്റു 1000 സെൻറ്റിമീറ്റർ ക്യൂബ് ലിറ്റർ ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ മൊളാരിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ തന്നിരിക്കുന്നു 0.001028 മോൾ പെർ ലിറ്റർ. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 4.95 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 0.001028. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യൂ. നമുക്ക് കിട്ടും ലാംഡ എം ഈസ് ഈക്വൽ ടു 48.15 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഇത്തരത്തിൽ നമ്മൾ ലാംഡ എം വാല്യൂ കണ്ടുപിടിച്ചു. ലാംഡ എം വാല്യൂ കണ്ടുപിടിച്ചാൽ നമ്മൾ അതിനുശേഷം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയാം ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയാണ്. ഓക്കെ, ആൽഫ കണ്ടുപിടിക്കാം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ m0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 48.15 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ ലാംഡ m0 ഓഫ് അസറ്റിക് ആസിഡ് തന്നിട്ടുണ്ട് 390.5 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. കാൽക്കുലേഷൻ നടത്താം. 48.15 ഡിവൈഡ് ബൈ 390.5. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.1233 എന്നുള്ളതാണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ നമുക്ക് കിട്ടി. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അസറ്റിക് ആസിഡിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ദർഫോർ കെ ഈസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതിലെല്ലാ പാരാമീറ്റേഴ്സും നമുക്കറിയാം അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സി എന്ന് പറയുന്നത് 0.001028 മോൾ പെർ ലിറ്റർ
ഇൻറ്റു ആൽഫ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.1233 സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.1233. ഇത്രയും വാല്യൂസിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് അസറ്റിക് ആസിഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊന്ന് നോക്കാം ഇതിനെങ്ങനെയാണ് ചെയ്യുക എന്ന്. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടും 1.78 ഇൻറ്റു 10⁻⁻5 മോൾ പെർ ലിറ്റർ. ഇത്തരത്തിൽ വീക്ക് ആസിഡ് ആയിട്ടുള്ള അസറ്റിക് ആസിഡിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതൊരു വീക്ക് ആസിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റിനെ Ka എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. Ka is equal to 1.78 into 10⁻⁻5 mol per liter. നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. A solution of copper sulfate is electrolyzed for 10 minutes with a current of 1.5 amperes. What is the mass of copper deposited at the cathode? എന്താണ് ഈ ക്വസ്റ്റ്യനിൽ സൂചിപ്പിച്ചിരിക്കുന്നത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന് ഇലക്ട്രോലൈസ് ചെയ്യുന്നു. 10 മിനിറ്റ്സ് ടൈം 1.5 ആംപിയർ കറൻറ്റ് ആ ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന കോപ്പറിൻ്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ടൈം തന്നിട്ടുണ്ട് അല്ലേ. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T is equal to 10 മിനിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ മിനിറ്റിലാണ് ടൈം തന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കിതിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? 10 into 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 600 സെക്കൻഡ് അല്ലേ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡ്സ് ആയതുകൊണ്ട് മിനിറ്റിന് നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് മിനിറ്റിലുള്ള ടൈം ഇൻറ്റു 60 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടൈം എന്തായിരിക്കും? സെക്കൻഡിലുള്ള ടൈമാണ്. അതുപോലെ തന്നിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കറൻ്റാണ്. കറൻറ്റ് 1.5 ആംപിയർ ആണ് എന്ന് തന്നിരിക്കുന്നു. ഇപ്പോൾ കറൻറ്റും ടൈമും തന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? ചാർജ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ചാർജ് കണ്ടുപിടിക്കുന്നത്? ചാർജ് ഈസ് ഈക്വൽ ടു കറൻറ്റ് ഇൻറ്റു ടൈം എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് 1.5 ആംപിയർ ഇൻറ്റു 600 സെക്കൻഡ്. 1.5 ആംപിയർ ഇൻറ്റു 600 സെക്കൻഡ് നമുക്ക് കിട്ടുന്നത് 900 ആംപിയർ സെക്കൻഡ്. അതില്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 900 കൂളോംസ് എന്ന് നമുക്ക് സൂചിപ്പിക്കാം. നമ്മൾ ചാർജ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് നടക്കുന്ന റിയാക്ഷൻ എന്താണ്? നമുക്കറിയാം കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? കാഥോഡിലാണ് അല്ലേ. അപ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? വി ക്യാൻ റെപ്രസെൻറ്റ് ദ റിയാക്ഷൻ ആസ് Cu2 plus aqueous plus 2 electrons gives Cu solid എന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 1 മോൾ കോപ്പർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 2 ഫാരഡേ കറണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വി റിക്വയർ 2 ഫാരഡേ. ഇവിടെ 2 ഇലക്ട്രോൺസ് ആണ്. അതിന് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? 2 ഫാരഡേ ടു ഡെപ്പോസിറ്റ് 1 മോൾ ഓഫ് കോപ്പർ. 1 മോൾ കോപ്പറിനെ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് 2 ഫാരഡേ ഇലക്ട്രിസിറ്റി നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ദാറ്റ് ഈസ് 2 ഫാരഡേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ഫാരഡേ എന്ന് പറയുന്നത് 96487 കൂളോമാണ്. അതുകൊണ്ട് തന്നെ 2 ഫാരഡേ 2 into 96487 കൂളോം is required for 1 mole copper. 1 mole copper എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറിൻ്റെ ആറ്റോമിക് മാസ് 63 ആയതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം 63 gram ഓഫ് കോപ്പർ എന്ന്. നമുക്ക് കിട്ടി 2 ഫാരഡേ അതായത് 2 into 96487 കൂളോം ഓഫ് കറണ്ട് ഈസ് റിക്വയർഡ് ഫോർ ഡെപ്പോസിറ്റിംഗ് 1 മോൾ ഓഫ് കോപ്പർ അല്ലെങ്കിൽ 63 gram ഓഫ് കോപ്പർ. 63 gram കോപ്പറിനെ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ഇലക്ട്രിസിറ്റി വേണം? 2 into 96487 കൂളോം. നമുക്കറിയാം ഇവിടെ പാസ് ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത്
900 കൂളോം ആണ്. അപ്പം 900 കൂളോം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എത്ര എമൗണ്ട് ഓഫ് കോപ്പറാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഫോർ 900 കൂളോം ദ മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർ 900 കൂളോം ദ മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കോപ്പറിൻ്റെ മാസ് 63 gram per mol ആണ് അല്ലേ. കോപ്പറിൻ്റെ മോളാർ മാസ് 63 gram per mol ഇൻറ്റു നമ്മൾ പാസ് ചെയ്യുന്ന ചാർജ് 900 കൂളോം ഡിവൈഡഡ് ബൈ ആക്ച്വൽ വേണ്ട എമൗണ്ട് എത്രയാണ്? 2 × 96487. 2 × 96487 കൂളം പെർ മോൾ. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 900 കൂളം ചാർജ് പാസ് ചെയ്തിട്ട് നമുക്ക് എത്ര എമൗണ്ട് കോപ്പർ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടും എന്നുള്ള എമൗണ്ട് നമുക്ക് ലഭിക്കും. നോക്കാം, ഇതിനെ സിംപ്ലിഫൈ ചെയ്യൂ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.2938 gram എന്ന് കിട്ടുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റിൽ കൂടെ 10 മിനിറ്റ് സമയം 1.5 ആംപിയർ കറണ്ട് കടത്തിവിട്ട് കഴിഞ്ഞാൽ 0.2938 gram കോപ്പർ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്.